ഡോക്ടർ ബി വേണു, ശാരദ മുരളീധരൻ ഇരുവരും ദമ്പതികളാണ്. ഭർത്താവ് നിലവിലെ ചീഫ് സെക്രട്ടറി, ഭാര്യ ശാരദ മുരളീധരൻ അടുത്ത ചീഫ് സെക്രട്ടറി. ഭർത്താവിൽ നിന്നും ചീഫ് സെക്രട്ടറി ചുമതല ഏറ്റെടുക്കാനായാണ് ശാരദ മുരളീധരൻ സെക്രട്ടേറിയറ്റിൽ എത്തിയത്. സുപ്രധാന രേഖകളടങ്ങിയ ഫയൽ എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ബി വേണു ഫയൽ ശാരദ മുരളീധരന് കൈമാറി. പിന്നീട് ശാരദ മുരളീധരനെ ചീഫ് സെക്രട്ടറി കസേരയിലേക്ക് ഡോക്ടർ ബി വേണു ആനയിച്ചിരുത്തി. ചീഫ് സെക്രട്ടറി പദത്തിൽ സർക്കാരിൻ്റെ ഏത് പദ്ധതിയായിരിക്കും കൂടുതൽ വെല്ലുവിളി ഉയർത്തുക എന്ന ചോദ്യത്തിന് ചീഫ് സെക്രട്ടറിയുടെ മറുപടി ഇങ്ങനെ: മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഇന്ന് ഒരു വലിയ ദുരന്ത നിവാരണ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വയനാട്ടിൽ അതിപ്പോൾ നല്ല രീതിയിൽ തുടങ്ങി വെച്ചിരിക്കുന്നു. അത് കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കി അത് സാക്ഷാത്കരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഇടമാക്കി സെക്രട്ടേറിയറ്റിനെ മാറ്റും. ഇവിടെ ജനകീയമായിട്ടുള്ള ജനസൗഹൃദമായിട്ടുള്ള ഒരു ഓഫീസായിട്ട് ഇന്ന് ചീഫ് സെക്രട്ടറി ഓഫീസ് പരിണാമപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഡോക്ടർ വേണു ഈ ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ മൂല്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ജനസൗഹൃദമായിട്ടുള്ള രീതി, ഇതിൻ്റെ ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കായാലും സംവിധാനങ്ങൾക്കായാലും സാധാരണക്കാർക്കായാലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ഇടം എന്നുള്ള നിലയ്ക്ക് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് തുടർന്നും പ്രവർത്തിക്കാനാകട്ടെ. സംസ്ഥാനത്തിൻ്റെ 5ാമത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ. 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ്. മുമ്പും ദമ്പതിമാർ ചീഫ് സെക്രട്ടറിമാരായിട്ടുണ്ടെങ്കിലും ഭർത്താവിൽ നിന്ന് ഭാര്യ ചീഫ് സെക്രട്ടറി ചുമതലയേൽക്കുന്നത് സംസ്ഥാനത്ത് ഇതാദ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്നാണ് ശാരദ മുരളീധരൻ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷനിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായും ശാരദ മുരളീധരൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ശാരദ മുരളീധരനെ അടുത്ത ചീഫ് സെക്രട്ടറിയായി മന്ത്രിസഭ നിയമിച്ചത്. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.